ഞാൻ നാടകം തന്നെ എഴുതി സംവിധാനം ചെയ്ത് പിള്ളേരെയൊക്കെ കൂട്ടി അത് പ്രസന്റ് ചെയ്ത് ഞങ്ങൾക്ക് സമ്മാനം കിട്ടാൻ തുടങ്ങി. ഞങ്ങൾ ഹാട്രിക് ഒക്കെ അടിച്ചിട്ടുണ്ട് 3 വർഷം. ഹൈസ്കൂൾ ചേട്ടന്മാരോടൊക്കെ മത്സരിച്ചിട്ട് നമ്മള് ജൂനിയേഴ്സ് ആയിരിക്കുമ്പോൾ ഭയങ്കര സെറ്റായിരുന്നു, ബെസ്റ്റ് ആക്ട്രസ് അങ്ങനെയൊക്കെ. അതോടുകൂടി എനിക്ക് ആ മറ്റേ ഗ്രൂപ്പ് ആക്ടിവിറ്റിയോടുള്ള ഇഷ്ടം ഇതിലോട്ട് ഞാൻ മാറ്റി. പിന്നെ കുറെ നാള് ഡ്രാമയായിരുന്നു കേട്ടോ, ഒത്തിരി നാള്. ഞാൻ പ്രൊഫഷണൽ ബാലെ ഒക്കെ ചെയ്തിട്ടുണ്ട്, ബാലെ ട്രൂപ്പിലൊക്കെ. പിന്നെ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് നിന്നുപോയി. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്നവരെ ഐ യൂസ് ടു റൈറ്റ് ഡ്രാമാസ്. ആദ്യമൊക്കെ മറ്റേ ഷേക്സ്പിയർ സ്റ്റോറീസിന്റെ മലയാളം ഉണ്ടാക്കി എഴുതലായിരുന്നു. അത് കിങ് ലിയർ, അതുപോലെ മറ്റേ മെർച്ചന്റ് ഓഫ് ദ വെനീസ്, ഇതൊക്കെ മലയാളത്തില് ഡയലോഗ്സ് എഴുതി അങ്ങനെ നാടകം. കോളേജിൽ വെച്ചിട്ട് 1-2 പ്രാവശ്യം സ്വന്തം ചെയ്തിട്ടുണ്ട്, അറ്റംപ്റ്റ് നടത്തി. അത് മനസ്സിലായവർ വളരെ കുറച്ചായിരുന്നു. പക്ഷെ മനസ്സിലായവർ, അതായത് എന്റെ കുറച്ച് ടീച്ചേഴ്സൊക്കെ, 1-2 ഡോക്ടേഴ്സൊക്കെ, സാർമാര്, അവർക്കത് അതിന്റെ ആ ഒരു കണ്ടന്റ് എന്താന്ന് ദഹിച്ചു. അത് ഇച്ചിരി പോയറ്റിക് സ്റ്റൈലിലുള്ള ഡ്രാമയായിരുന്നു. ഇപ്പം പറഞ്ഞില്ലേ കോളേജില് പിള്ളേരെ എല്ലാം കൂട്ടി. അപ്പൊ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞ ഒരു കോർഡിനേഷൻ കാണുന്നുണ്ട്, ഒരു ഡയറക്ടറുടെ ഒരു റോള് കാണുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞ ഒന്ന് ആഞ്ഞ് പ്രയത്നിച്ചാൽ ഇതൊക്കെ നമുക്ക് സിനിമ ഡയറക്ടർ. അതാണ് സിനിമ ഡയറക്ഷൻ ഹാസ് ലോട്ട് ഓഫ് ടെക്നിക്കാലിറ്റീസ് ഇൻ ഇറ്റ്. അത് പഠിക്കണം. അത് നമ്മൾ മെനക്കിട്ട് അതിനു വേണ്ടി സമയം കണ്ടെത്തി വി ഹാവ് ടു ലേൺ ദാറ്റ് ആൻഡ് ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. എന്നാൽ മാത്രമേ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂ. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് സ്പേസ് ഉണ്ട്. നമ്മുടെ നാടകത്തിന്റെ സങ്കേതങ്ങളും കുറച്ചും കൂടെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, നോട്ട് എ സിനിമ. സിനിമ എന്ന് പറയുമ്പോൾ എന്തോരം കാര്യങ്ങളുണ്ട്. ഡയറക്ടറുടെ കണ്ണിൽ കൂടെ അല്ലാണ്ട് അത് പോവില്ല. സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ പറ്റിയൊക്കെ വേണമെങ്കിൽ ഞാൻ നമ്മൾ എന്താ പറയാ, നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നതിന് ഒരിക്കലും ഒരു നമുക്ക് എന്ത് സ്വപ്നം കാണും. ഞാൻ കൊച്ചിലെ നൊബേല് വരെ സ്വപ്നം കണ്ടിട്ടുള്ള ഒരാളാണ്. ഇവിടെ എന്താണ് സ്പെഷ്യൽ? ഹിന്ദി അറിയാവുന്ന കുലുക്കി സർബത്താ, അതൊക്കെ ഇട്ടിട്ടാണോ? അതെല്ലാം കൂടെ ഇട്ടിട്ടാണോ കുലുക്കി സർബത്ത്? അല്ല, ഓരോന്നോരോന്ന്. പൈനാപ്പിള്, പച്ചമാങ്ങ ഉണ്ട്. പച്ചമാങ്ങയുടെ ഇല്ല. കുലുക്കി സർബത്ത് അടിച്ചാലോ? കുലുക്കി 2 എനർജി. താങ്ക് യു. അടിപൊളി. എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞോട്ട്. താങ്ക് യു. നൈസ് ചേട്ടാ, കുലുക്കി ചേട്ടാ, സൂപ്പർ. നാടകം ഒരു താല്പര്യം ഉണ്ടായിരുന്നതല്ലേ? അപ്പം ഈ തിയേറ്റർ പ്ലേ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ എന്താ ഒന്ന് നോക്കാഞ്ഞത്? എനിക്ക് ആഗ്രഹമുണ്ട്, ഐ എം സ്റ്റിൽ ഇൻട്രസ്റ്റഡ്. പക്ഷെ എന്തോ എല്ലാത്തിനും കൂടെ പറ്റുന്നില്ല. ഇപ്പൊ മെയിൻലി നമ്മൾ ഫോക്കസ്ഡ് ഓൺ ആങ്കറിങ് ആൻഡ് പിന്നെ മൂവീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നാടകമൊക്കെ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഗീവ് ഇറ്റ് ടൈം ആൻഡ് സ്പേസ്. നമ്മൾ ശരിക്കും ഒരു ഡെഡിക്കേഷനിൽ തന്നെ വർക്ക് ചെയ്യണം. ചെയ്യുമായിരിക്കാം. എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആങ്കറിങ് ചെയ്യുമ്പോഴായാലും നാടകം ചെയ്യുമ്പോഴായാലും ഓൺ സ്പോട്ട് വി ഗെറ്റ് റിയാക്ഷൻ ഫ്രം ദ ഓഡിയൻസ്. നമുക്ക് ആ കയ്യടി അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് നമുക്ക് ലൈവ് കിട്ടുന്നുണ്ട്. അത് ഫോർ എ പെർഫോമർ അത് വലിയൊരു എൻകറേജ്മെന്റ് ആണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഹൗ ടു ലേൺ ആങ്കറിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജുവലിന് ഇത്രയും എക്സ്പെർട്ടൈസ് ആകാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റേജിൽ നിന്നുമാണ് ഞാൻ പഠിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഇതിനങ്ങനെ വേറെ ഹോംവർക്കുകളുണ്ട്, ചെയ്യാമെന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഒരു സ്റ്റേജ് തരുന്ന എക്സ്പീരിയൻസ് ഇസ് വെരി ഡിഫറെൻറ്റ്. ഹൗ ടു ഹാൻഡിൽ 100 പീപ്പിൾ, അല്ലെങ്കിൽ ഹൗ ടു ഇന്ററാക്ട് വിത്ത് ദം നോൺ വെർബലി, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് സ്റ്റേജസ് ചെയ്യുമ്പോഴാണ്. ആങ്കറിങ് ആയാലും ഡ്രാമ ആയാലും, ആൻഡ് ദാറ്റ്സ് വെരി പോസിറ്റീവ്. ഇപ്പം സിനിമ ചെയ്താലും നമ്മൾ അപ്പം ചെയ്തു, അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാതെ നമ്മളത് ചെയ്തു, പിന്നെ അത് കുറേ നാൾ കഴിഞ്ഞ് റിലീസായി, പിന്നെ ഒരാൾ വന്ന് കൈ തന്ന് നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ആ കണക്ട് കിട്ടാറില്ല.
അതെ അതെ. നമ്മൾ നാടകത്തിലെ ലൈവ് കിട്ടുമ്പോൾ ഉള്ള അവരുടെ കൈയടിയും അല്ലെങ്കിൽ അവരിപ്പോ നമ്മൾ ഇമോഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ അവർ കരയുന്നുണ്ട്, നമുക്ക് സ്റ്റേജിലിരുന്നാൽ കാണാമല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്, ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. ഇപ്പോഴും ഐ സ്റ്റിൽ മിസ് തിയേറ്റേഴ്സ്. കോളേജ് കാലഘട്ടങ്ങളിൽ അപ്പൊ എന്തിനും എനിക്കൊന്നും മാറി നിൽക്കാറില്ല. ഇതുപോലെ പഠിത്തത്തിൽ മാത്രം മാറി നിൽക്കാറുള്ളൂ, ബാക്കി എല്ലാത്തിലും ഫുൾ എന്തൂസിയാസമാണ്. പഠിത്തം എന്തൂസിയാസം കാണിക്കണത് എന്തുകൊണ്ടാണ്? എന്നാലേ നമുക്ക് ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഒഴിവായി അത്രയും അവറുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതെ, ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അതെ, ഞാൻ നഴ്സിംഗ് കൂടെ പഠിച്ച ആളായതുകൊണ്ട് ഞാൻ അതിലേക്കാണ് വരാൻ പോയത്. ഈ ഇരിക്കുന്ന ആളുടെ BSc ഗ്രാജുവേറ്റ്. ഇപ്പൊ ഐ എം ഡൂയിങ് മൈ MS ഇൻ സൈക്കോളജി. കറസ്പോണ്ടൻസ് ആയിട്ട് നടക്കുന്നുണ്ട് ഒരു വഴിക്ക്. നമ്മളുടെ ലഞ്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത്ര മസിൽ പിടിച്ച് പറയേണ്ട കാര്യമാണോ? സന്തോഷമായിട്ട് പറയും, നമ്മൾ ലഞ്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിശന്നിട്ടാണെന്നൊക്കെ. രാവിലെ ഡയറ്റ് ആയിരുന്നല്ലേ? അല്ല, അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഫുഡ് കഴിക്കാൻ. നമ്മൾ എന്തിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്? ഫുഡ് കഴിക്കാൻ. നമ്മളത് എൻജോയ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. ഈറ്റിംഗ് ഇസ് എ സെലിബ്രേഷൻ. എല്ലാം മിക്സപ്പ് ആയിരുന്നു അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കുക്കിങ്ങിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? കുക്ക് ചെയ്യും, ചിലപ്പോഴൊക്കെ ഫ്ലോപ്പായി പോവും. പക്ഷെ അത് ഇങ്ങോട്ട് പറഞ്ഞ് ആനയാണ് കുതിരയാണെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കഴിച്ചിട്ട് എഴുതിട്ട് പോയി. അങ്ങനെയാണ് അവസ്ഥ. എല്ലാ ഹസ്ബൻഡ്സ് ആയാലും വീട്ടിലുള്ളവരായാലും ഒക്കെ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കി തരുമ്പോ അവരൊന്ന് എൻകറേജ് ചെയ്യണം. എന്നാലല്ലേ അത് പിന്നെയും ഉണ്ടാക്കി തരുള്ളൂ. ഞാനൊരു യൂട്യൂബ് കുക്കാണ്. യൂട്യൂബ് നോക്കി റെസിപ്പിയൊക്കെ നോക്കി അതിന് കുറെ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യും ഇടയ്ക്ക്. ഭയങ്കര ഇഷ്ടമാണ് പല പല സംഭവങ്ങൾ. കോൺസെൻട്രേഷൻ പോകുന്നില്ല. അതായത് നമ്മൾ തന്നെ ഓരോ ഡിഷ് ഒക്കെ കണ്ടുപിടിച്ച് അതിന് പുതിയ പേരുകൾ കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു ചെയ്തിട്ടുണ്ടാവുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലേ? നമ്മൾ ഭക്ഷണത്തിന് നിന്ദിക്കരുത്. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാണോ അതോ അങ്ങനെയുള്ള മടിയൊന്നും ഇല്ല? ഇല്ല. ഭക്ഷണത്തിനെ കാണുമ്പോൾ നമ്മുടെ ചുറ്റിനുള്ള ബാക്കി എന്നെ മറന്നു പോകണം അല്ലേ? അല്ല, ഞാൻ നിവിൻ പോളി ഇഷാ തൽവാറിനെ കണ്ട പോലെയാണ് ഇപ്പോൾ അവസ്ഥ. ഇത് കാണാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജിമ്മ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് മൂവീസ് അങ്ങനെയൊക്കെ നിൽക്കുമ്പം കുറച്ചൊക്കെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം. അപ്പം എങ്ങനെയാണ് ജുവൽ അതൊക്കെ ഒന്ന് കൺട്രോൾഡ് ആക്കുന്നത്? വിഷമാണ്, എന്നാലും നമ്മളൊക്കെ ചെയ്യും. ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അത് ജീവിതത്തിൽ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യണമല്ലോ. വീട്ടിൽ വെച്ചൊക്കെ ആദ്യമായിട്ട് ഡിഷസ് പരീക്ഷിച്ചതായിരുന്നു? ഞാൻ തുടക്കം മുതലേ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും കൈവച്ചിട്ടുണ്ട്, ബിരിയാണി ഉൾപ്പെടെ എല്ലാം. അമ്മയുടെ ഒരു സാന്നിധ്യം ഇല്ല, എനിക്ക് മമ്മി എന്നോട് കിച്ചണിൽ കയറുന്ന എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കിച്ചൺ ഷുഡ് ബി മൈൻ, വേറെ ആരും എൻ്റെ അടുത്ത് ഇടപെടരുത്. പക്ഷെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്ന ആരും പരത്തി തരുന്ന എനിക്ക് ഇഷ്ടമല്ല. ചപ്പാത്തിയൊക്കെ ഭയങ്കര റൗണ്ടിൽ തന്നെ ഞാൻ ഫുൾക്ക പോലെ ഉണ്ടാക്കും. ആണ് മറ്റേ വീർത്ത് വരുന്ന ചപ്പാത്തി. അപ്പോൾ അതിൻ്റെ ആ തിക്നെസ് മാറിക്കഴിഞ്ഞാൽ ഫുൾക്ക ശരിയാവില്ല. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. ജെൻസൺ ചേട്ടൻ എങ്ങനെയാണ് കുക്കിങ്ങിലൊക്കെ? ഏരിയയിലോട്ട് ഞാൻ അടുപ്പിക്കില്ല. അതെന്താ, കൊള്ളത്തില്ലേ? സത്യസന്ധമായി പറയൂ. സത്യസന്ധമായിട്ട് ഒന്നും അറിഞ്ഞൂടാ ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കാൻ അറിയില്ല, എന്തെങ്കിലും പരീക്ഷണം നടത്താൻ ശ്രമിക്കും. ആണോ? പിന്നെ ആ പരിസരത്തേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അടുക്കള കയറ്റാറില്ല. അതാണ് ആ ചങ്കൂറ്റം എന്ന് പറയുന്നത്. ഉണ്ടാക്കാൻ അറിയിട്ടില്ലെങ്കിലും പുള്ളി എടുക്കുന്ന എഫേർട്ട്, ചെയ്യാൻ കാണിക്കുന്ന മനസ്സ്, അത് നമ്മൾ അങ്ങനെയല്ല. 1-2 പ്രാവശ്യം അബദ്ധവശാൽ ഞാൻ നിർബന്ധിച്ച് ശ്രമിക്കാൻ പറഞ്ഞാണ്. അത് എനിക്ക് തന്നെ പണിയായതോടുകൂടി ഫുഡ് പോയിസൺ ഒക്കെ അടിച്ചോ? ഇല്ലില്ല, അതല്ല ഫുഡ് പോയിസൺ ആണ്. എന്റെ കിച്ചൺ മൊത്തം ഡിസ്ട്രോയ് ചെയ്ത് വെക്കും. ഓ, മനസ്സിലായോ? പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഫുഡ് പോയിസൺ വന്ന പോലാണ് അവസ്ഥയാണല്ലോ. ഇരട്ടി പണിയായതുകൊണ്ട് ജെൻസിനെ വഴിക്ക് അങ്ങനെ കയറ്റാറില്ല. അപ്പൊ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് ജെൻസിന്റെ വീട്ടിലായിരുന്നു.
ആസ് യൂഷ്വൽ പുട്ടടി വൈനടി വൈനൊക്കെ ഉണ്ടാക്കുമല്ലോ. ഞാൻ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുറക്കാറായിട്ടില്ല. പഴത്തിന്റെ വൈനിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഫെബ്രുവരി ആദ്യം തുറക്കും. ഫെബ്രുവരി ഞങ്ങളങ്ങനെ പ്ലാനിട്ട് ഉണ്ടാക്കിയതല്ല. കുറച്ച് പാളയംകുടൻ പഴം കിട്ടിയപ്പോൾ അത് ശരി. ജുവലിന്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഏതാണ്? ബിരിയാണി ഇഷ്ടമാണ്. നോൺ വെജിൽ ബിരിയാണി, ഗ്രില്ല്, മിക്സ് ഗ്രിൽസ് ഇഷ്ടം. ഉണ്ടാക്കാൻ ഇഷ്ടം. സ്വീറ്റ് ടൂത്ത് ഉള്ള ഒരാളാണ്. മധുരമാണ് പ്രിയം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പ്രണയമൊക്കെ ആയാലും ആവാലോ. അപ്പം എങ്ങനെയായിരുന്നു ജുവലിന്റെ കോളേജ് കാലം പ്രേമിക്കാനായിട്ട് ഇങ്ങനെ പയ്യന്മാരിങ്ങനെ ഈ സുന്ദരി ഞാൻ സ്കൂളിൽ തുടങ്ങി പ്രേമിക്കാൻ തുടങ്ങി. ഫ്രം ഏത് ക്ലാസ് മുതൽ? അതാണ് എന്റെ ചോദ്യം. LKG UKG. എനിക്ക് UKG ഒരു കാൽമുഖരുണ്ടായിരുന്നു. ഭയങ്കര എല്ലാ ക്ലാസ്സിലും ആരെങ്കിലും ഒക്കെ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഇതർ എന്നോട് ക്രഷ് ഉള്ളവര് അല്ലെങ്കിൽ എനിക്ക് ക്രഷ് ഉള്ളവര് കുറെ പേര്. ഒന്നീ അങ്ങോട്ടല്ലേ അത് നമ്മള് ഭയങ്കര സുന്ദരിയായിട്ടൊന്നുമല്ല. ലൈക് നമ്മൾ സ്മാർട്ട് ആണല്ലോ. എല്ലാത്തിനോടും ഒരു കൗതുകം ലേശം കൂടി കൂടില്ലേ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ആയിരുന്നല്ലോ ഒരു രസം. കോളേജ് എത്തിയപ്പോഴോ? കോളേജിൽ ആക്ച്വലി ഞങ്ങൾ കോളേജ് ആയിരുന്നു. പെണ്ണെ ആരും ഇല്ല അവിടെ. എന്റെ ബാച്ചിലൊന്നും ഒറ്റ ഒരാളും ഇല്ല. പിന്നെ സീനിയേഴ്സിൽ ഒരു 4-5 ചേട്ടന്മാരുണ്ട്. അവരൊന്നും ഞങ്ങളിങ്ങനെ പ്രേമിക്കാനൊന്നും കൂട്ടിയിട്ട് പോലും ഇല്ല. അവന്മാരൊക്കെ ഞങ്ങളുടെ വെറും ബ്രദേഴ്സ്. ഇപ്പൊ കാണുന്നുണ്ടോ ബ്രദേഴ്സ്? ഈ പോകുന്ന വഴിക്ക് പോലും ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലേ? ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അയ്യോ, ശോകത്തിന്റെ ശോകം. ശേഷം എങ്ങനെയാണ് നമ്മുടെ ഈ ജെൻസൺ ചേട്ടനെ കണ്ടെത്തിയത്? എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ജെൻസൺ ചേട്ടനെ ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുമ്പോ ജെൻസൺ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരായി. അങ്ങനെ കൂട്ടുകാരി നടന്നപ്പോൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തോന്നിപ്പോയി കല്യാണം കഴിക്കാന്ന്. അപ്പൊ ഇത് എന്താ സംഭവം എന്നറിയാമോ? നമ്മൾ കുറെ നാളൊക്കെ ദൈവത്തിനെ പറ്റിച്ച് നമ്മളിങ്ങനെ നടക്കും. നമ്മുടെ 4 കാലിൽ നമ്മൾ നടക്കും. ഒരു ദിവസം ദൈവം നമ്മൾ പിടിച്ചൊരു പണി തരും. ആ പണി കിട്ടിയതാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഇതേ സ്വഭാവമുള്ളവരായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ആരും മോശമൊന്നും ആയിരുന്നില്ല. അപ്പൊ 2 കുഞ്ഞുങ്ങളാണ് ഒന്നിച്ചിരിക്കുന്നത്. അപ്പൊ ആ ടൈമില് ജെൻസൺ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അല്ല ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എന്തോ ഒരു തോന്നല്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചുറ്റിക്കളി ഒന്നും താല്പര്യമില്ല, വേണമെങ്കിൽ വീട്ടിൽ വന്ന് ആലോചിച്ചാൽ. അത് എന്തിനൊന്ന് എങ്ങനെയാ പറഞ്ഞതാണ്. പക്ഷെ വീട്ടുകാരോട് പറഞ്ഞൊരു സംഭവം കൈവിട്ടുപോയി. അവരത് കേറി ഇങ്ങ് സെറ്റാക്കി. സാധാരണ ഒരു വീട്ടുകാരൊക്കെ എങ്ങനെയാ കേൾക്കുമ്പോ ഒന്ന് എതിർക്കണ്ടേ? അതൊരു ഫൈറ്റൊക്കെ വരണ്ടേ? ഇത് ആണോ നല്ല കേട്ടോ, കൊള്ളാം എന്ന് ഇന്ന് നമുക്ക് കല്യാണം വെക്കാണ്ട് ഫോൺ ചെയ്തിട്ട് ഓക്കെ ഫൈൻ എല്ലാം സെറ്റ്, നമുക്ക് അടുത്ത ഡിസംബറിൽ കെട്ടിക്കുക, ഏപ്രിലിൽ കെട്ടിക്കുക. അയ്യോ, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു വീട്ടിൽ നിന്ന് വല്ല എതിർപ്പുണ്ടായില്ല. നീ ഭയങ്കര ശോകം. എന്ത് വീട്ടുകാരത്? അല്ല അവര് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് അവർക്ക് ഈ സ്വഭാവങ്ങളൊക്കെ ഏകദേശം അറിയൂലോ. മാച്ചിങ് ഏകദേശം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ കെട്ടിച്ചു. ഇതുപോലൊരു തന്നെ വരാൻ പോണില്ലാന്ന്. ജെൻസന്റെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു. അത് ശരി. പുള്ളിയും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ വിപ്ലവമൊക്കെ ആയിട്ട് നടന്നിരുന്ന മനുഷ്യനാണ്.